ഏറ്റവും നല്ല കാളെ യാഗം കഴിപ്പിക്കും. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് നിനക്ക് നിന്റെ മകനെ യാഗം കഴിപ്പിക്കാൻ ഒക്കുന്നു, അബ്രാം ഇസാക്കിനെ യാഗം കഴിപ്പിക്കാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പൊ ദൈവത്തെ പ്രീതിപ്പെടുത്തുക. ദൈവം എന്ന് പറഞ്ഞ ആരാണ്? ഈ മഹാശക്തി. ഇത് ഓരോ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 3 കാര്യം സ്ഥിതി, ഒന്നി വാളിൽ കൂടെ അല്ലെ വാക്കിൽ കൂടെ. എല്ലാ മതങ്ങളും ലോകത്ത് അങ്ങനെ അല്ലാത്ത മതങ്ങൾ ഇല്ല. ബുദ്ധിസം വാക്കുകളിൽ കൂടെയാണ് പോയത്. അപ്പോൾ ബുദ്ധിസം എന്താണ്? എല്ലായിടത്തും സ്തൂപങ്ങൾ ഉണ്ടാക്കി അതിലെഴുതി വെച്ചു അശോകൻ, അല്ലേ? വ്യാപാര ശൃംഖലയിൽ കൂടിയാണ് ബുദ്ധിസം പോയത്. എല്ലാ മതങ്ങളും ഭാഷയിൽ കൂടെയല്ലേ വളരുന്നത്, വാക്കുകളിൽ കൂടെയല്ലേ. പിന്നെ അധികാരം എന്ന് പറഞ്ഞാൽ വാളിൽ കൂടെയാണ് ചെയ്യുന്നത് എല്ലാ മതങ്ങളും. അതല്ലാത്തൊരു മതം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനീ പറയുന്ന പല മതവിശ്വാസികൾക്കും സ്വീകാര്യമായിരിക്കില്ല. കാരണം ഇവർ പറയുന്നത് പിന്നെ ആ കഥകളാണ്. ഇപ്പം യുദ്ധത്തിൽ നിന്നുള്ള സമാധാനമാണ് യേശു പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത്. അതേസമയം പഴയ നിയമം മൊത്തം യുദ്ധമാണ്, യുദ്ധമില്ലാത്ത കാര്യമില്ലല്ലോ. അപ്പം മനുഷ്യൻ ഇതിന് മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യന് ഈ മൈറ്റ് ഈസ് റൈറ്റ്. ഇപ്പം നമ്മുടെ എല്ലാ മൂല്യവ്യവസ്ഥകളും അധികാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മതം വന്നു. ഇപ്പം ഇത്രയും കാലം ഉണ്ടായിരുന്നതിലൊന്നും തന്നെ ഈ പറയുന്ന മനുഷ്യൻ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ആ കാലഘട്ടത്തിലൊന്നും ക്രിസ്തുവോ മറ്റേ കൃഷ്ണനോ അല്ലെങ്കിൽ നബിയോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവിടെ ഒരു മതം കടന്നു വരുന്നത്? അതിന് 2 കാര്യങ്ങൾ. ഒന്ന്, കൃഷി ചെയ്യാൻ വന്ന മനുഷ്യൻ ഒരു കാര്യം മനസ്സിലായി, കൃഷി വളരണമെങ്കിൽ സൂര്യപ്രകാശം വേണം. പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മനുഷ്യൻ ഈ കൃഷി. ഒന്നാമത് അവൻ്റെ നിലനിൽപ്പ് പ്രകൃതി ശക്തികളുമായിട്ടാണ് അത് കൃത്യമായിട്ട് മനസ്സിലായി. രണ്ടാമത് ഫെർട്ടിലിറ്റി എന്ന് പറയുന്ന കാര്യം ഇവർക്ക് മനസ്സിലാകാൻ തുടങ്ങി. അതായത് സീസണും ഫെർട്ടിലിറ്റിയുമായിട്ട് ഇവർ കണക്ട് ചെയ്തു. അപ്പോൾ ആദ്യം ഭൂമിയിൽ വിത്തിടണമെങ്കിൽ, ആ വിത്ത് കിളിക്കണമെങ്കിൽ അതും ജൈവികമാണ്. ആ വിത്ത് പ്രത്യുൽപാദനം ചെയ്യുന്ന സ്ത്രീക്ക് കുട്ടികളുണ്ടാകുന്ന പോലെ വിത്ത് ഉണ്ടാകുന്നുള്ള മനുഷ്യൻ ആദ്യം തിരിച്ചറിഞ്ഞു. അപ്പം ഈ വിത്തുണ്ടാകണമെങ്കിൽ എന്ത് വേണം? സൂര്യൻ വേണം. അപ്പോൾ ഒന്ന് നമ്മുടെ ആവശ്യമായിട്ട് വന്നു. അതായത് ഒരു മനുഷ്യൻ സെറ്റിൽ ചെയ്യുമ്പോഴത്തേന് പ്രകൃതിയുമായിട്ട് മനുഷ്യൻ സമരസപ്പെടാൻ തുടങ്ങി. അപ്പോൾ പ്രകൃതി ശക്തികളെ മനുഷ്യൻ തിരിച്ചറിയാൻ തുടങ്ങി. ആദ്യം തിരിച്ചറിയുന്ന പ്രകൃതി ശക്തി എന്തായിരിക്കും? സൂര്യനായിരിക്കും. പിന്നെന്താണ്? ഇടിയും മിന്നലും. അപ്പം 2 കാര്യം മനുഷ്യനുണ്ടായി. ഒന്ന് സ്വാതന്ത്ര്യം വാഞ്ച, മനുഷ്യന് ഭക്ഷണത്തിനും മറ്റൊക്കെ തേടി സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റും സ്വാതന്ത്ര്യം. 2 ഭയം. കാട്ടുതീ വരുന്ന മനുഷ്യന് ഭയം വരും, തീയോടുള്ള ഭയം. ഇപ്പോഴും നമ്മുടെ പുരാണങ്ങളിലും മറ്റതും അഗ്നി ശുദ്ധി വരുത്തുക, അഗ്നി സാക്ഷി. അഗ്നി വലിയൊരു ഘടകമാണ് നമ്മുടെ ഇത് നമ്മുടെ ഇന്ത്യൻ ധാരണയിൽ അഗ്നി വലിയൊരു ഘടകമാണ്. അഗ്നിയും വായുവും വലിയൊരു ഘടകമാണ്. അപ്പോൾ മനുഷ്യന് ഭയം വരാൻ തുടങ്ങി. ഭയത്തിൽ നിന്നാണ് മിക്കവാറും എല്ലാ മതങ്ങളും വരാൻ തുടങ്ങിയത്. അപ്പോൾ ഭയം എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം വരുന്നു, അല്ലേ? ചരിത്രത്തിൽ ഒരുപാട് ഈ നാച്ചുറൽ ഡിസാസ്റ്റർ, ഭൂകമ്പം വരുന്നു. ഇതിനെ ഒന്നും പിടിച്ചു നിർത്താൻ നോക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒന്നീ സൂര്യനെ ആരാധിക്കും, അല്ലെങ്കിൽ ചന്ദ്രനെ ആരാധിക്കും, അല്ലെങ്കിൽ ഭൂമിയെ ആരാധിക്കും. ഭൂമിയെ ആരാധിക്കുന്ന മിക്കവാറും ഫെർട്ടിലിറ്റി കൾട്ടിലൂടെയാണ് അമ്മ ദൈവം എന്ന് പറഞ്ഞത്. ഭൂമി ദേവി എന്ന കൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ഭൂമി ദേവി എന്നുള്ള കൺസെപ്റ്റ് മിക്കവാറും ആഫ്രിക്കയിലും എല്ലായിടത്തും ഉണ്ട്. ഭൂമി ദേവി കനിഞ്ഞില്ലെങ്കിൽ വിളവ് കിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു കൺസെപ്റ്റ്സ് വരാൻ തുടങ്ങി. അതായത് മനുഷ്യൻ ശക്തനല്ല, മനുഷ്യൻ്റെ ശക്തിയെക്കുറിച്ച് ബോധവാനാകുമ്പോഴും, മനുഷ്യൻ്റെ സർഗാത്മകതയെക്കുറിച്ച് മനുഷ്യൻ ബോധവാനും, ഭാഷയെക്കുറിച്ച് അറിഞ്ഞിരിക്കുമ്പോഴും മനുഷ്യൻ്റെ പരിമിതികൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ ഈ 2 രീതിയിലാണ്. ഒന്ന് ട്രൈബൽ കൾട്ടിൽ വരുന്നപ്പോഴത്തേന് അവർ ട്രൈബലിലെ ഏറ്റവും കഴിവുള്ള ആളിനോട് ഇത് പറയാൻ തുടങ്ങും, ചീഫ്റ്റിനോട്. അതുകൊണ്ടാണ് മരിച്ചവരെ ആരാധിക്കാൻ തുടങ്ങുന്നത്. മൂപ്പന് വേണ്ടി കല്ല് വെക്കുക, അപ്പൂപ്പൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക, അമ്മൂമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ മരിച്ചവരെ, അപ്പോൾ ഇത് എല്ലാ കൾച്ചറിലും ഉണ്ടായിരുന്നു. നമ്മുടെ പിരമിഡ് എല്ലാം അതുകൊണ്ടാണ്. എല്ലാ മമ്മികൾ മരിച്ചവർക്ക് വേണ്ടി ഒരുപാട് ഇഷ്ട സാധനങ്ങൾ വെക്കുക. ആദ്യം മരിച്ച വലിയ കഴിവുള്ള ആൾക്കാർ
അവരുടെ ആത്മാവ് നമ്മളെ രക്ഷിക്കുമെന്നൊരു ധാരണ വന്നു. രണ്ടാമത് ജീവിച്ചിരിക്കുമ്പോൾ രക്ഷിച്ചിരുന്ന പോലെ തന്നെ അപ്പം അവർക്ക് വേണ്ടി ആണ് യാഗങ്ങൾ അർപ്പിക്കാൻ തുടങ്ങിയത്. അവർക്ക് ഇഷ്ടമുള്ള, ഇപ്പം അവർക്ക് കോഴിയിറച്ചിയ ഇഷ്ടം. ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള പഴയ അമ്പലത്തിൽ കോഴിയിറച്ചിയും കള്ളുമാണ് കൊണ്ടുവെക്കുന്നത്. കാരണം ആ ആദിവാസി മൂപ്പന് അതായിരിക്കും ഇഷ്ടം. ഇത് കറക്റ്റ്. ഇത് എല്ലാ സമൂഹങ്ങളിലും ഉണ്ട്. നമ്മൾ ലാറ്റിൻ അമേരിക്ക ചെന്നാൽ ഇത് കാണാം, ആഫ്രിക്ക ചെന്നാൽ കാണാം. അതായത് നിങ്ങളുടെ മനുഷ്യൻ മതങ്ങളുണ്ടാകുന്ന ആദ്യം ഈ ശക്തിയുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി യാഗം കഴിക്കും. അവർക്കിഷ്ടമുള്ള കോഴിയിറച്ചിയും ഇതൊക്കെ ചെയ്യും. ഈ യാഗം എന്ന് പറയുന്ന കൺസെപ്റ്റ് അങ്ങനെ വന്നത്. സാക്രിഫൈസ്, നിങ്ങളുടെ ഏറ്റവും നല്ല എന്താണ്, ഏറ്റവും നല്ല കാളെ യാഗം കഴിപ്പിക്കും. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് നിനക്ക് നിന്റെ മകനെ യാഗം കഴിപ്പിക്കാൻ ഒക്കുന്നു, അബ്രാം ഇസാക്കിനെ യാഗം കഴിപ്പിക്കാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പൊ ദൈവത്തെ പ്രീതിപ്പെടുത്തുക. ദൈവം എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ മഹാശക്തി. ഇത് ഓരോ ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ 3 കാര്യം, ഉണ്ടല്ലോ. ശക്തി, സ്ഥിതി, സംഹാരം അല്ലെങ്കിൽ സൃഷ്ടി. വിഷ്ണു, ബ്രഹ്മ, മഹേശ്വരൻ. ഈ ട്രിനിറ്റി കൺസെപ്റ്റ് എല്ലായിടത്തും ഉണ്ട്. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ 3 അവസ്ഥകൾ കൃത്യമായിട്ട്. അപ്പം ഇതിനെക്കുറിച്ച് കൺസെപ്റ്റ് അങ്ങനെയാണ്. ഇത് അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെക്കാട്ടി ശക്തിയുള്ള ഒരാൾ, ആ ശക്തിയുള്ള ആളിനെ ആവാഹിക്കുന്നവർക്ക് കൂടുതൽ അധികാരം. അങ്ങനെയാണ് പുരോഹിതന്മാർ എല്ലായിടത്തും ഉണ്ടാകുന്നത്. ഈ ശക്തിയെ ആവാഹിക്കുന്ന ഒരു പുരോഹിതന്മാരായി, പുരോഹിതന്മാർ നിങ്ങളെ കാത്തു സൂക്ഷിക്കുമെന്നായി. ഇങ്ങനെ എല്ലാ സമൂഹത്തിലും, ആദിവാസി സമൂഹത്തൊട്ട് ഈ സാധനമുണ്ട്. നിങ്ങൾ പിന്നെ പെറുവിൽ ചെന്നാൽ, ചിലി, അല്ലെ മെക്സിക്കോയിൽ ചെന്നാൽ, അല്ലെങ്കിൽ ബ്രസീലിൽ ചെന്നാൽ ഈ സാധനം എല്ലായിടത്തും ഉണ്ട്. അത് വ്യവസ്ഥാവൽക്കരിക്കപ്പെടാൻ തുടങ്ങിയത് ഈ കൃഷിയിൽ സർപ്ലസ് വന്നതോടുകൂടിയാണ്. 2 കൃഷിയുടെ ഉടമസ്ഥാവകാശം, എഴുത്ത്, 2 സർപ്ലസ് വന്നു. അതോടുകൂടി ഈ അധികാരത്തിൻ്റെ ആഹ്വാനിക്കുന്നതിന് ഇപ്പം നമ്മൾ നേരത്തെ എല്ലാ രാജാക്കന്മാരും ദൈവത്തിൻ്റെ പേരിലായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. എല്ലാം അന്നത്തെ പൊളിറ്റിക്സ് ആയിരുന്നു തിയോളജി. ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ. ഇപ്പം നമ്മൾ എല്ലാ മതങ്ങളും വളർന്നത് അധികാരത്തിൽ കൂടെയാണ്. ഒന്നി വാളിൽ കൂടെ അല്ലെ വാക്കിൽ കൂടെ. എല്ലാ മതങ്ങളും ലോകത്ത് അങ്ങനെ അല്ലാത്ത മതങ്ങൾ ഇല്ല. ബുദ്ധിസം വാക്കുകളിൽ കൂടെയാണ് പോയത്. അപ്പോൾ ബുദ്ധിസം എന്താണ്? എല്ലായിടത്തും സ്തൂപങ്ങൾ ഉണ്ടാക്കി അതിലെഴുതി വെച്ചു അശോകൻ, അല്ലേ? വ്യാപാര ശൃംഖലയിൽ കൂടിയാണ് ബുദ്ധിസം പോയത്. ഒന്നി വ്യാപാരത്തിൽ കൂടിയാണ് പോകുന്നത്, അല്ലെ യുദ്ധങ്ങളിൽ കൂടെയാണ് പോകുന്നത്, അല്ലേ? ഈ വ്യാപാരങ്ങളിൽ കൂടെ പോകുമ്പോൾ അജന്ത എല്ലോറയെല്ലാം അങ്ങനെ വന്നാണ്. ഈ മതങ്ങൾ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് അധികാര രൂപങ്ങളായിട്ട് മാറി. നമ്മൾ അങ്ങനെയാണ് രാജ്യങ്ങളും രാജാവും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങിയത്. അപ്പോൾ ഈ രാജാവ് ദൈവമായിട്ട് പറയും, അതാണ് ഫറവോൻ. അതാണ് പിന്നെ ലോകത്തെല്ലായിടത്തും രാജാവ് ദൈവമാകുന്നത് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാകുന്നതുകൊണ്ടാണ്. അത് നമ്മളിപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. എന്താണ് തൃപ്പടിദാനം എന്ന് പറഞ്ഞാൽ? എന്താണ്? വാളുകൊണ്ട് അവിടെ വെച്ചിട്ട് ദൈവത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾ ഭരിക്കുന്നു. ഈ ചരിത്രം, അതായത് മനുഷ്യൻ്റെ ചിന്ത തൊട്ട് ഈ 100 ഗ്രാദേഴ്സ് തൊട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഭാഷയും ഭക്ഷണവും രൂപപ്പെട്ടു തൊട്ട് അവിടെ നിന്ന് അധികാര ശക്തികളെക്കുറിച്ച്, പ്രകൃതി ശക്തികളെക്കുറിച്ചുള്ള ധാരണയിലും നമ്മുടെ പൂർവികരെക്കുറിച്ചുള്ള ശക്തിയുള്ള മൂപ്പന്മാരെ, അതേസമയത്ത് ഭൂമിയെ പ്രസാദിപ്പിക്കാൻ ഫെർട്ടിലിറ്റി കൾട്ട്, അമ്മദൈവങ്ങളും ഇങ്ങനെ ഇവോൾവ് ചെയ്തു വന്നൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന മതങ്ങളൊക്കെ ലോകചരിത്രത്തിൽ ഏതെങ്കിലും മതത്തിന് 3000 കൊല്ലത്തെ കൂടുതൽ ചരിത്രമുള്ള ഏതെങ്കിലും മതമുണ്ടോ? നമ്മളിപ്പോൾ പറയുന്ന യഹൂദര് എന്ന് പറയുന്ന, നമ്മൾ ബൈബിളിൽ പഴയ നിയമം പറയുന്നു, അതിൻ്റെ ഒരു അതെന്ന് പറഞ്ഞാൽ 3000-3500 വർഷമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മളൊന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ അത്രേ ഉള്ളൂ. ആ ടൈം നമ്മൾ ശാസ്ത്രീയമായിട്ടും സമൂഹത്തെക്കുറിച്ചും വിശകലനം ചെയ്താൽ, നമ്മളീ പറഞ്ഞ ഈ പുരാണങ്ങൾ, രാമായണമായാലും ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ള വാർഫെയറിൻ്റെ കഥകളാണ്. അതാ ഞാൻ പറഞ്ഞത്, മതങ്ങളെല്ലാം കഥകളാണ്, ഇമാജിനേഷനാണ്, കഥകളാണ്. ഭാഷയിൽ കൂടെയല്ലേ, ഭാഷയിലെ മതങ്ങളുണ്ടോ?
എല്ലാ മതങ്ങളും ഭാഷയിൽ കൂടെയല്ലേ വളരുന്നത്, വാക്കുകളിൽ കൂടെയല്ലേ. പിന്നെ അധികാരം എന്ന് പറഞ്ഞാൽ വാളിൽ കൂടെയാണ് ചെയ്യുന്നത് എല്ലാ മതങ്ങളും. അതല്ലാത്തൊരു മതം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനീ പറയുന്ന പല മതവിശ്വാസികൾക്കും സ്വീകാര്യമായിരിക്കില്ല. കാരണം ഇവർ പറയുന്നത് പിന്നെ ആ കഥകളാണ്. ഇപ്പം 7-ാം ദിവസം ഇത് ചെയ്തു, ഇതെല്ലാം കഥകളല്ലേ, മനോഹരമായ കഥകളാണ്. ഈ കഥകളാണ് മനുഷ്യനെ ദൈവികമാക്കുന്നത്. അവിടെയും വാളുണ്ടായിരുന്നല്ലോ. കാരണം ബൈബിളിലും ആദ്യകാലത്ത് പറയുന്നത് ക്രിസ്തുവിനെ വാളുകൊണ്ടല്ലെങ്കിലും കല്ലുകൊണ്ടും ഇതുകൊണ്ടും അടിച്ചു. അല്ലല്ലോ ഈ പിന്നെ ഗോലിയാത്തിനെ ദാവീദ് കൊല്ലുന്നത് എങ്ങനെയാണ്? കവണ കൊണ്ടല്ലേ. അത് കല്ലിന്റെ ടെക്നോളജിയാണ്, കവണ കൊണ്ടാണ്. ഈ കല്ലിന്റെ അതേ ടെക്നോളജി എപ്പോഴും മിസൈൽ ടെക്നോളജി ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ. അപ്പം ഈ കൊല എല്ലായിടത്തും ഉണ്ടല്ലോ. നമ്മളങ്ങോട്ട് നോക്കുമ്പം എല്ലാ അധികാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പം എല്ലാ മതങ്ങളും തുടങ്ങുന്നത് യുദ്ധത്തിലും അത് അവസാനിക്കുന്നത് സമാധാനത്തിലുമാണ്. യുദ്ധമില്ലെങ്കിൽ സമാധാനം. നിങ്ങൾ ഏത് മതങ്ങളുടെയും ചരിത്രമെടുത്ത് നോക്കിയാൽ ബുദ്ധമതത്തിൽ കലിംഗ യുദ്ധമുണ്ട്, ഉണ്ടല്ലോ. ബൈബിള് തുടങ്ങുന്നത് തന്നെ യുദ്ധത്തിൽ അറിയാമല്ലോ. ഈ പിന്നെ ദാവീദ് രാജാവും യുദ്ധമുണ്ട്. ഈ നമ്മുടെ മഹാഭാരതം യുദ്ധമാണ് അല്ലേ? രാമായണത്തിൽ യുദ്ധമുണ്ടോ? ഉണ്ട്. ഈ ഭഗവത്ഗീത യുദ്ധത്തിനിടയ്ക്കുള്ള വിഷമ ഘട്ടത്തിൽ ചോദിക്കുന്നതാണ്. യുദ്ധത്തിന്റെ ധർമ്മവും അതിന്റെ ഫിലോസഫിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. കർമ്മം ചെയ്യുക, കർമ്മണ്യവാധികാരസ്യ മാബലേഷു കഥാചന എന്ന് പറയുന്നത് നീ കർമ്മം ചെയ്യുക. ഈ സാധനം എല്ലാ മതങ്ങളിലും ഉണ്ട്. ഇതില്ലാത്ത ഏതെങ്കിലും ഒരു മതമുണ്ടോ? ഒന്നുമില്ല. യുദ്ധത്തിൽ നിന്നുള്ള സമാധാനമാണ് യേശു പറഞ്ഞത്. നിങ്ങൾ നിങ്ങളെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത്. അതേസമയം പഴയ നിയമം മൊത്തം യുദ്ധമാണ്. യുദ്ധമില്ലാത്ത കാര്യമില്ലല്ലോ. അപ്പം മനുഷ്യൻ ഇത് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യന് ഈ മൈറ്റ് ഈസ് റൈറ്റ്. ഇപ്പം നമ്മുടെ എല്ലാ മൂല്യവ്യവസ്ഥകളും അധികാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, മനസ്സിലായില്ലേ? അപ്പം ഭഗവത്ഗീത ഒരു മൂല്യവ്യവസ്ഥയാണല്ലോ. അതിൻ്റെ അകത്തൊരു യുദ്ധത്തിന് ഇടയ്ക്ക് നടക്കുന്ന ഒരു ചർച്ചയാണ്. യുദ്ധത്തിന് ഇടയ്ക്ക് നടക്കുന്ന ഒരു സംഭാഷണമാണ് നടക്കുന്നത്. ഈ യുദ്ധം, ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്നതും യുദ്ധത്തിന് ഇടയ്ക്ക് ഒരു ടാക്ടിക്സാണ്. അപ്പം ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ എങ്ങനെ നമ്മുടെ ചിന്തയിൽ നിന്ന് ഭാഷയും, അപ്പോൾ ഭാഷ മനുഷ്യനെ യോജിപ്പിക്കുമ്പോൾ തന്നെ ഭാഷ സത്വബോധമാകും, ഭക്ഷണം സത്വബോധമാകും. അപ്പോൾ ഈ മതങ്ങൾ എങ്ങനെയാണ് എപ്പോഴും നിങ്ങളെ പിടിച്ചു നിർത്തുന്നത്? നിങ്ങളുടെ ഭക്ഷണത്തെ പിടിച്ചും നിങ്ങളുടെ ഭാഷയെ പിടിച്ചുമാണ്. നിങ്ങളുടെ ഭക്ഷണവും ഭാഷയും നിങ്ങളുടെ കഥയും കൺട്രോൾ ചെയ്താൽ നിങ്ങളുടെ വിശ്വാസം കൺട്രോൾ ചെയ്യാം. പിന്നെ ഭയമാണല്ലോ എല്ലാത്തിനും കാര്യം. കാരണം ജനിച്ചു കഴിഞ്ഞ മനുഷ്യന് മരിക്കുമെന്നുള്ള ഭയം. രണ്ടാമത്തെ കാര്യം, മനുഷ്യൻ ഇത്രയും വികസിച്ചിട്ടും ഇപ്പോഴും മനുഷ്യന് ഭൂകമ്പത്തെ പിടിച്ചു നിർത്താനൊക്കത്തില്ല, സുനാമിയെ പിടിച്ചു നിർത്താനൊക്കത്തില്ല, കൊടുങ്കാറ്റിനെ ഇതുവരെയും പിടിച്ചു നിർത്തിയിട്ടില്ല, ചരിത്രമില്ല. ഒരു വൈറസിനെ പോലും പിടിച്ചേക്കാം നമുക്ക് പറ്റത്തില്ല. അപ്പം ഇവിടെയാണ് മനുഷ്യൻ്റെ പരിമിതികൾ മനുഷ്യന് ബോധമാകുമ്പോഴാണ് ആ പരിമിതികളെ മറികടക്കാൻ അതിനെക്കാട്ടി വലിയൊരു ശക്തി വേണം എന്നുള്ള നമ്മൾ ഇന്ത്യൻ ഫിലോസഫിയിൽ അതിന് വളരെ കൃത്യമായതുണ്ട്. അപ്പോൾ ചരിത്രത്തിലുടനീളം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഏതാണ്ട് 50,000-70,000 കൊല്ലം മുമ്പ് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സങ്കല്പം അത് ഇവോൾവ് ചെയ്തിട്ടൊരു മതരൂപമാകുന്നത് ഒരു 3000-3500 കൊല്ലം മുമ്പാണ്. 3500 കൊല്ലം എന്ന് വേണേൽ പറയാം. അതിനു മുമ്പ് കഥ. അപ്പോൾ ഈ മതങ്ങളെല്ലാം നിങ്ങൾ നോക്കുമ്പോൾ മതങ്ങളെല്ലാം ഓരോ കഥകളാണ്. വിശപ്പും ഭയവും കീഴ്പ്പെടുത്താനായിട്ടുള്ള തന്ത്രങ്ങൾ, കഥകൾ പറയുക. നമ്മൾ എല്ലാ മതങ്ങളും നമ്മൾ നോക്കുമ്പോൾ, ഞാൻ ബൈബിൾ പഠിക്കുന്നത് കഥകളായിട്ടാണ്. ബൈബിൾ തുടങ്ങുന്നത് തന്നെ അങ്ങനെയല്ലേ? ആദിയിൽ ദൈവം ഉണ്ടായി, ദൈവം ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിപ്പ്, ഇതെല്ലാം കഥകളാണ്. നമ്മൾ രാമായണം വായിക്കുന്ന മനോഹരമായ കഥകളല്ലേ? അപ്പം ഈ കഥകളാണ് മനുഷ്യനെ പിടിച്ചിരുത്തുന്നത്. അപ്പം ഞാൻ പറയുന്നത് എല്ലാ മനുഷ്യൻ്റെ അറിവും ഭാഷയും ഈ കഥകളിൽ കൂടാണ് മനുഷ്യൻ പറയുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ പിന്നെ ഇപ്പോഴും കഥകൾ എഴുതുന്നത്. ഭാവനയും ഭാഷയുമാണ് മനുഷ്യനെ, ഭാവനയും ഭാഷയും ഭക്ഷണവുമാണ് മനുഷ്യനെ, ഈ മൂന്നിനെ നിയന്ത്രിച്ചാണ് പിന്നെ ലൈംഗികത. ഈ മൂന്നിനെ നിയന്ത്രിച്ചാണ് എല്ലാ മതങ്ങളും മനുഷ്യനെ
വരുതിയിലാക്കുന്നത്. ഇന്ന ഭക്ഷണം കഴിക്കാം, ഇന്ന ഭക്ഷണം നിഷിദ്ധമാണ്, അല്ലേ? ഭാഷ, ഇന്ന ഭാഷ ഉപയോഗിക്കാം, ഇന്ന ഭാഷ മോശമാണ്, അല്ലേ? ഇന്ന ഭാഷയിലെ നിങ്ങൾ പറയാതെ ഇത് ദേവവാണിയാണ്, മറ്റേത് ഇതാണ്. ഭാവന ഒരു പരിധി പോയ പ്രശ്നമാണ്. ലൈംഗികത കാണുന്നതെന്ന് പറഞ്ഞാൽ ലൈംഗികതയിൽ കൂടാണ് പ്രത്യുൽപാദനം നടന്നത്. നിങ്ങളുടെ പ്രത്യുൽപാദനത്തെ കൂടെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് മനുഷ്യൻ്റെ ചരിത്രത്തിൽ മതങ്ങൾ പെതിയെ പെതിയെ കടന്നു കയറി അവസാനം നമ്മുടെ പേരും നാളും മതങ്ങളാണ് നിയന്ത്രിക്കുന്നത്, അല്ലേ? ഇപ്പം ഞാൻ ജോൺ ആയത് ഞാൻ ആ വീട്ടിൽ വളർന്ന് ആ ഒരു മതം ഇതിനായാലും എൻ്റെ പേര് ജോൺ ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്കതിൽ നിന്നൊരു മോചനം ജയസഡൂരായ അത്രയും പ്രശ്നം. അത് നമ്മൾ പലപ്പോഴും എഴുത്തുകാർ പേര് കണ്ടുപിടിക്കുന്ന ഭാവനയിൽ നിന്നാണ്. എഴുത്തുകാർ പല രീതിയിലും ശരിയാണ്, ഒരു പേരിൽ നമ്മൾ മതത്തിൽ നമ്മൾ തളച്ചിടുകയാണ് ചെയ്യുന്നത്. പേരും നാളും നമ്മുടെ ഈ വർഷങ്ങളുണ്ടല്ലോ അതെല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ചല്ലേ. ഈ ജൂലിയൻ കലണ്ടർ തൊട്ട് എല്ലാം നമ്മുടെ ഈ 365 ദിവസമൊക്കെ ഉണ്ട് നമ്മൾ തിട്ടപ്പെടുത്തിയൊരു സാധനമല്ലേ. ഈ പേരും നാളും നമുക്ക് ഇടുമ്പോൾ തന്നെ നമ്മുടെ മദർ ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞു നമുക്ക്. അപ്പം നിങ്ങളിപ്പം നിങ്ങൾക്ക് പറയാം നിങ്ങൾ ദൈവവിശ്വാസം ഇല്ല, അപ്പോൾ പറയും നീ ക്രിസ്ത്യാനിയല്ലേ, നീ നിന്റെ പേര് ജോൺ എന്നല്ലേ, വേർത്തൻ കൃഷ്ണൻ എന്നാ, വേർത്തൻ മുഹമ്മദ് എന്നാ, അതിൽ അയാൾക്ക് മോചനമില്ല. ഈ പേര് നമ്മളാണോ തിരഞ്ഞെടുക്കുന്നത്? അല്ല. അപ്പം അതും നമ്മളല്ല തിരഞ്ഞെടുക്കുന്നത്. അല്ല ഇതിൻ്റെ അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ അധികാരത്തിൻ്റെ അപ്പുറത്ത് പോകാൻ മനുഷ്യന് ഭയമാണ്. എന്താണ്? അതിനാണ് ലക്ഷ്മണരേഖ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓരോ മതങ്ങളും ഓരോ ലക്ഷ്മണരേഖകളാണ്. ആ ലക്ഷ്മണരേഖയ്ക്ക് അപ്പുറം സീത പോയാൽ എന്ത് പറ്റും? രാവണൻ വന്ന് കൊണ്ടുപോകും. ഇതാണ് ആ കഥ എന്ന് പറഞ്ഞാൽ. അപ്പം നാട്ടിലെന്താ പറഞ്ഞേ? പെമ്പിള്ളാരെ നോക്കി കണ്ടും വളർത്തണം. അങ്ങനെ ഒരു പുരുഷ മേധാവിത്വ സമൂഹം ഉണ്ടായി. ഈ ലക്ഷ്മണരേഖ വരയ്ക്കുന്ന ആരാണ്? ലക്ഷ്മണൻ. ആർക്ക് വേണ്ടിയാ വരയ്ക്കുന്നത്? ശ്രീ. അപ്പൊ മലയാളത്തിലുള്ള ഭാഷ എങ്ങനെയാ വരുന്നത്? അടങ്ങി ഒതുങ്ങി ജീവിക്കണം. അപ്പൊ അങ്ങനെയാണ് പുരുഷ മേധാവിത്വ ഇത് ചെയ്യുന്നത്. കാരണം ഓരോ സംഗതിയും ചെയ്യുന്നത് ഈ ഓരോ വരകളാണ്. ഈ വരകൾക്കുള്ളിൽ നിർത്തുന്നത് നിങ്ങളെ മതവിശ്വാസത്തിൻ്റെയും ഭയത്തിൻ്റെയും പേരിലാണ്. ഈ വര കണ്ടിച്ചാൽ നിങ്ങൾ നോൺ കൺഫോമിസ്റ്റ് ആയി പോകും. അപ്പോൾ ഒന്നേ നിങ്ങളെ പടിയടച്ച് പിണ്ടം വെക്കണം, നിഷ്കാസിതരാണ്. ഈ കാര്യം വന്നതോടുകൂടിയാണ് മതങ്ങൾ അധികാരങ്ങളായിട്ട് വന്നത്. നിങ്ങളുടെ പേരിൽ കൂടെയും നിങ്ങളുടെ അപ്പം എന്താണ്? ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടി അറിഞ്ഞിട്ടാണോ മാമോദീസ മുക്കുന്നേ? അല്ലല്ലോ. കുട്ടി അറിഞ്ഞിട്ടാണോ തീരുമാനിച്ചാണോ സുന്നത്ത് ചെയ്യുന്നത്? അല്ലല്ലോ. ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം നമ്മൾ അധികാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഉപനയനം എന്ന് പറയുന്ന ചരടുന്ന കുട്ടിയാണ്. ഊണ് കൊടുക്കുന്ന പറഞ്ഞാൽ ചോറ് കുട്ടിയാണ് തീരുമാനിക്കുന്നത്. അപ്പം ജനിച്ചു കഴിയുമ്പോൾ തൊട്ട് ആചാരാനുഷ്ഠാനങ്ങൾ നമ്മളെ കിട്ടും. പ്യൂബർട്ടിയുടെ എല്ലാ മതങ്ങളിലുണ്ട് പ്യൂബർട്ടി റിച്വൽസ്. പ്യൂബർട്ടി ആകുമ്പോഴാണ് മിക്കവാറും ഹോളി കമ്മ്യൂണിയൻ ക്രിസ്ത്യൻസ് നടന്നത്. മറ്റവർക്ക് വയസ്സറിയിക്കാന്ന് പറയും. അത് കഴിഞ്ഞ് കല്യാണം, അത് കഴിഞ്ഞിട്ട് മരണം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും എന്നുള്ള അതും. അപ്പം ഇത് മൊത്തം ഒരു നിങ്ങളെ വരച്ച വരയിൽ കൂടെ നിർത്തി അതിൻ്റെ അകത്ത് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഇത് അധികാര രൂപങ്ങളായിട്ട് മാറുന്നത്. അപ്പം അതിനെ ചോദ്യം ചെയ്യുമ്പോഴത്തേന് ഇപ്പം എല്ലാ മതങ്ങളും, ഇപ്പം ഞാനിപ്പോൾ പറയുന്നത് ക്രിസ്തീയ മതം എന്ന് പറയുന്ന മതം ഒരു പക്ഷേ റോമാ സാമ്രാജ്യം 382 സിയിൽ, അതായത് ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം 382 വർഷം കഴിഞ്ഞിട്ടാണ് റോമാ സാമ്രാജ്യം. അതിൻ്റെ അകത്ത് ആദ്യം 312 വർഷം കഴിഞ്ഞിട്ടാണ് കോൺസ്റ്റന്റീൻ എഡിക്റ്റ് ഓഫ് മിലാൻ എന്ന് പറയുന്ന കോൺസ്റ്റന്റീൻ എന്ന ചക്രവർത്തി ആക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിയോഡോഷ്യസ് എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി ഒരൊറ്റ ആഴ്ച കൊണ്ട് എല്ലാവരും ക്രിസ്ത്യാനികളായിരിക്കണമെന്ന് ഒറ്റ വാക്കാണ്. അങ്ങനെയാണ് ഇത് റോമാ മതമായിട്ട് മാറുന്നത്. ഇപ്പോഴും നമ്മൾ റോമൻ കാത്തലിക്.
അപ്പോൾ ഈ റോമാ സാമ്രാജ്യം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ എന്ത് ചെയ്യും, വേറെന്തെങ്കിലും, അതായത് മറ്റ് ഒറിജിനൽ അല്ലല്ല, ഇപ്പോഴത്തെ ഇറാൻ, ഇറാഖ്, ഈ പിന്നെ നമ്മൾ പറയുന്ന ഈജിപ്റ്റ്, ഇവിടെ എല്ലാം ക്രിസ്ത്യൻ സമൂഹങ്ങളായിരുന്നു. 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടോടുകൂടി അതെല്ലാം മുസ്ലിം സമൂഹങ്ങളായിട്ട് പരിവർത്തപ്പെട്ടു. അപ്പം ഇത് അധികാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടെല്ലാം 300 കൊല്ലം, 280 കൊല്ലത്തോളം, 200 കൊല്ലത്തിൽ കൂടുതൽ 4 ക്രൂസൈഡുകൾ എന്തിനാ ചെയ്തത്? അധികാരമായിട്ട് ബന്ധപ്പെട്ട. അപ്പം ഈ ലോകത്ത് നിങ്ങൾ എല്ലാ സമൂഹങ്ങളിലും ചോദിച്ചാൽ, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ ഈ അധികാരത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം വലിയ അമ്പലം പണിയും, വലിയ പള്ളി പണിയും. അത് അധികാരത്തിൻ്റെ ഭാവമാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഈ തിയോക്രസി ആയിരുന്നു മനുഷ്യൻ്റെ അധികാര രൂപത്തിൻ്റെ. കാരണം പരമാധികാരെ ദൈവത്തിൻ്റെ പ്രതിപുരുഷരായിട്ടാണ് രാജാക്കന്മാർ ഭരിച്ചത്. അതിൽ നിന്ന് ഡെമോക്രസിയിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ വി ദ പീപ്പിളായി, സോവർണിറ്റി ഓഫ് ദ പേഴ്സൺ. അതൊരു റെവല്യൂഷനായിരുന്നു. ദൈവത്തിൻ്റെ അധികാരത്തിൽ നിന്ന് ഭരിക്കാനൊക്കില്ല, ഞങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്താൽ മാത്രമേ വി ദ പീപ്പിൾ. അതാദ്യം വി ദ പീപ്പിൾ എന്ന് ഉപയോഗിച്ചത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്, 1779 അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളെല്ലാം വി ദ പീപ്പിൾ അല്ലേ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത് വി ദ പീപ്പിളാണ്. കാരണം സോവർണിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഡിറൈവ് ഫ്രം ദ സോവർണിറ്റി ഓഫ് ദ പീപ്പിൾ. ഏർലിയർ കോൾഡ് സോവർണിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഡിറൈവ് ഫ്രം ദ സോവർണിറ്റി ഓഫ് ഗോഡ്. ഇത് തമ്മിലുള്ള വ്യത്യാസം പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പം അധികാരം വാളില്ലാതെ ഒരാളും അധികാരം നിലനിർത്തിയിട്ടില്ല.